ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അതും ഒരു നോൺ വെജ് ഐറ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റീംഡ് ഫിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ വണ്ണം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഓവറായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റീംഡ് ഫിഷ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റീംഡ് ഫിഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐറ്റംസാണ് ഇതൊക്കെ. ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ചൂര എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് ഈ അരപ്പെല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ഈ പ്ലേറ്റിലോട്ട് അത് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും. അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി നീളത്തി അരിഞ്ഞതാണിത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നീളത്തി അരിഞ്ഞത്. അതിട്ട് കൊടുക്കുക. ശേഷം ഒരു 6 പച്ചമുളകാണ്. പച്ചമുളക് ഈ ടൈപ്പാണ് കിട്ടിയത്. 6 പച്ചമുളക് എടുത്ത് നടുകിനെ കീറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സിസൺ ഓയിൽ എന്ന് പറയുന്നത്, സിസൺ ഓയിൽ നമ്മൾ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം സീസൺ ഓയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഒരു സോയാ സോസാണിത്. സോയാ സോസ് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. 1.5 ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കോ നമുക്ക് ചതുരത്തിൽ കട്ട് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കോ കുറച്ചിട്ടാൽ മതി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ല ഉണക്കും ഇളക്കി. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീം ചെയ്യാനൊന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡലിക്കുട്ടയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം. കുക്കർ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ പെട്ടെന്ന് ചൂടായിരുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ വെച്ച് കഴിയുമ്പം ഇതേ കണക്കൊരു റിങ് എടുത്ത് അതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഇറക്കി വെക്കണം. റിങ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റീം ചെയ്യാനുള്ള ഫിഷും ഗ്രേവി അരപ്പും എല്ലാം കൂടി അതിനകത്തോട്ട് ഇറക്കി കൊടുക്കണം. ശ്രദ്ധിച്ചിറക്കണം, കൈ പൊള്ളിക്കരുത്. ഇപ്പോൾ നമ്മളൊരു 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഒരു ബൗളിനകത്താക്കി ഇത് ഇറക്കി വെച്ചേക്കാണ്. നമ്മുടെ സ്റ്റീം ചെയ്യാനുള്ള ഫിഷെല്ലാം ഇറക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കർ അങ്ങ് അടച്ചേക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്യാനുള്ള ഫിഷ് വെച്ചിട്ട് നമ്മൾ കുക്കർ അടച്ചു. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷൊക്കെ നല്ല സ്റ്റീമായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ വിഷിലടിച്ചാൽ നമ്മൾ തീ ഓഫ് ചെയ്ത്, നിങ്ങൾ ഇഡലിക്കുട്ടകത്തിലാണ് വെക്കുന്നതെങ്കിൽ മാക്സിമം 20 മിനിറ്റ് വെച്ചേക്കണം. ഈ കുക്കർ ആകുമ്പോഴാണ് ഈ ഫിഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഫിഷിലടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുമ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ സ്റ്റീം ഫിഷ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സ്റ്റീംഡ് ഫിഷ് എങ്ങനെയായെന്ന്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് നല്ലോണം സ്റ്റീമായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് ഫിഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീംഡ് ഫിഷ് വിത്ത് സൂപ്പാണ്. അപ്പോൾ അതിനകത്ത് ആ നീരാവിയിൽ നമ്മുടെ ഈ ഫിഷിൻ്റെ സൂപ്പും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യമേ നമുക്ക് സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. നമ്മുടെ ആ ഫിഷിൻ്റെ എസൻസൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പ്. നല്ല ആ ഇഞ്ചിയുടെ ആ സ്മെല്ലും നല്ല ആ ടേസ്റ്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു കഷ്ണവും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു
വേറൊരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് ഫിഷ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റീംഡ് ഫിഷൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇതിനകത്ത് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, വെയിറ്റ് കുറയാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം സ്റ്റീംഡ് ഫിഷ് വേറൊരു രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് സൂപ്പ് ഇല്ലാതെ സ്റ്റീംഡ് ഫിഷ് ഉണ്ടാക്കാം. അതൊരു വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.